ഹായ്, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് BNSൻ്റെ 9ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ഓൾറെഡി 8 മോക്ക് ടെസ്റ്റ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. BNS ഏത് വകുപ്പിലാണ് മോഷണം നിർവചിച്ചിരിക്കുന്നത്? മോഷണത്തെക്കുറിച്ച് പറയുന്നത് BNSലെ ഏത് വകുപ്പിലാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഏത് വകുപ്പിലാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ സി സെക്ഷൻ 303 അല്ലേ? സെക്ഷൻ 303 മോഷണത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, എന്താണ് മോഷണം? ഒരു പ്രോപ്പർട്ടി അയാളുടെ അനുവാദമില്ലാതെ എടുത്തതിനെയാണ് അല്ലെങ്കിൽ എടുക്കുന്നതിനെയാണ് മോഷണം എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ മോഷണത്തിനുള്ള ശിക്ഷ എന്താണ്? മോഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 3 വർഷം വരെ തടവ്, 3 വർഷം വരെ തടവും പ്ലസ് പിഴയും ലഭിക്കും. അതുപോലെ തന്നെ ആ വ്യക്തി അത് ആവർത്തിച്ചാൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മോഷണത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 5 വർഷം വരെയായിരിക്കും, പ്ലസ് പിഴയും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് മോഷണത്തിനുള്ള ശിക്ഷ. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് നമ്മൾ മോഷ്ടിക്കുന്ന വസ്തു 5000 രൂപയുടെ കുറവാണെങ്കിൽ, അതായത് 3000 2000 രൂപയൊക്കെ ആണെങ്കിൽ ആ വസ്തു തിരിച്ചു കൊടുത്താൽ, ഓക്കെ, തിരിച്ചേൽപ്പിച്ചാൽ, ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ചാൽ എന്താണ്, കേസ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ പകരം സാമൂഹ്യ സേവനം, തടവായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. സാമൂഹ്യ സേവനമായിരിക്കും ശിക്ഷയായിട്ട് ലഭിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ മോഷണം 303 പറയാനുള്ളത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 303(2) പ്രകാരം ആദ്യമായി മോഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന സാധാരണ ശിക്ഷ എത്രയാണ്? നമ്മൾ പറഞ്ഞു അല്ലേ? എത്രയാണ്? ഓപ്ഷൻ ബി 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരാൾ ആദ്യമായാണ് മോഷണം നടത്തുന്നത്. മോഷ്ടിച്ച വസ്തുവിന്റെ മൂല്യം 5000 രൂപയിൽ താഴെയാണ്. പ്രതി ആ വസ്തു തിരികെ നൽകുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്താൽ BNS സെക്ഷൻ 303(2)ലെ പുതിയ വ്യവസ്ഥ പ്രകാരം നൽകാവുന്ന ശിക്ഷ എന്താണ്? എന്ത് ശിക്ഷയാണ് ലഭിക്കുക? നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റി സർവീസ് ഓർ സാമൂഹിക സേവനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നാലാമത്തെ ചോദ്യം. BNSലെ സെക്ഷൻ 303 പ്രകാരം താഴെ പറയുന്ന ഏതുതരം വസ്തുക്കളാണ് മോഷണത്തിന് വിഷയമാക്കുന്നത്? ഏതുതരം വസ്തുക്കളാണ് മോഷണത്തിന് വിഷയമാക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ചലിക്കുന്ന വസ്തുക്കൾ, മൂവബിൾ പ്രോപ്പർട്ടീസ്. അഞ്ചാമത്തെ ചോദ്യം. എ എന്ന വ്യക്തി വഴിയിൽ നിൽക്കുന്ന ഒരു കാളയെ കണ്ട് അതിന്റെ ഉടമസ്ഥനായ ബി അറിയാതെ അതിനെ തന്റെ കൂടെ കൊണ്ടുപോകാനായി ഒരു കഷ്ണം പുല്ല് കാണിച്ച് ആകർഷിക്കുന്നു. പുല്ല് കണ്ട കാള എയുടെ പുറകെ നടക്കാൻ ആരംഭിച്ച എ ചെയ്ത കുറ്റം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി മോഷണമാണ് അല്ലേ? ഓപ്ഷൻ ബി മോഷണം. മോഷണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? BNS സെക്ഷൻ 303 ഇവിടെ എങ്ങനെയാണ് അത് മോഷണമായി മാറിയത്? കാരണം നമ്മൾ പറഞ്ഞു ചലിക്കുന്ന വസ്തു, ചലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചലിക്കാൻ ശ്രമിച്ചാൽ അത് മോഷണമാവും. ഓക്കെ, ഇവിടെ ചെയ്തത് എന്താണ്? ആ ജന്തുവിനെ അല്ലെങ്കിൽ ആ മൃഗത്തെ നീക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആ വണ്ടി, ഇപ്പൊ ഒരു കാളവണ്ടിയിലാണെങ്കിൽ ആ വണ്ടി മൂവ് ചെയ്യുക അല്ലെ? അങ്ങനെ ചെയ്താൽ എന്താണ് അത് മോഷണത്തിന്റെ കീഴിൽ വരുന്ന ഒരു സന്ദർഭമാണ് അല്ലെ? മോഷണത്തെക്കുറിച്ച് പറയുന്നത് BNS 303 അതുപോലെ തന്നെ അതിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന ശിക്ഷ എന്ന് പറയാം 3 വർഷം വരെ തടവും പ്ലസ് പിഴയും ലഭിക്കും. എന്നാൽ തുടർച്ചയായിട്ടോ രണ്ടാമതോ ചെയ്താൽ 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കും, പ്ലസ് പിഴയും ലഭിക്കും. എന്നാൽ 5000 രൂപയിൽ താഴെയാണ് വരുന്നൊരു വസ്തുവാണ് അയാൾ മോഷ്ടിച്ചതെങ്കിൽ അത് തിരികെ കൊടുത്താൽ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചാൽ എന്ത് ലഭിക്കും? കമ്മ്യൂണിറ്റി സേവനം അല്ലെങ്കിൽ സാമൂഹിക സേവനമായിരിക്കും ശിക്ഷയായിട്ട് ലഭിക്കുക. ആറാമത്തെ ചോദ്യം നോക്കാം. എ എന്ന വ്യക്തി ബിന്റെ വിലപിടിപ്പുള്ള ഒരു വാച്ച് മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ബിന്റെ മേശപ്പുറത്ത് നിന്ന് അത് എടുത്ത് ബി പെട്ടെന്ന് തിരയിലെന്ന് ഉറപ്പുള്ള പറമ്പിലെ ഒരു രഹസ്യ സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് സൗകര്യം പോലെ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു എയുടെ പ്ലാൻ. ഇവിടെ മോഷണം എപ്പോഴാണ് പൂർത്തിയായത്? ആ വ്യക്തി എപ്പോഴാണ് മോഷണം നടത്തിയത് എന്ന ചോദ്യം. ഏത് സമയം മുതലാണ് മോഷണം നടത്തിയത്? ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം ഓരോന്ന്. ഒളിപ്പിച്ചു വെച്ച വാച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രം. ഓപ്ഷൻ ബി വാച്ച് പറമ്പിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച സമയത്ത്. മേശപ്പുറത്തു നിന്ന് വാച്ച് എടുത്തു മാറ്റിയ ആ നിമിഷം തന്നെ. ഓപ്ഷൻ ഡി ബി തന്റെ വാച്ച് നഷ്ടപ്പെട്ട കാര്യം പോലീസിൽ അറിയിക്കുമ്പോൾ. ഏതാണ് ശരിയായ ഓപ്ഷൻ?
ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് ആ വ്യക്തി മേശപ്പുറത്തുനിന്ന് എടുത്തു, മോഷ്ടിക്കണം എന്ന ഒരു ഇത് വെച്ചിട്ടാണ് അയാൾ എടുക്കുന്നത്. അതുകൊണ്ട് മേശപ്പുറത്തുനിന്ന് വാച്ച് എടുത്തു മാറ്റിയ ആ നിമിഷം മുതൽ അയാൾ എന്താണ്, മോഷണം എന്ന് പറയുന്ന കുറ്റത്തിന് ഉത്തരവാദിയാണ് അല്ലേ. ഇവിടെ മൂവിങ് അല്ലെങ്കിൽ മാറ്റിയ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ്. ഓക്കെ അല്ലേ. ഏഴാമത്തെ ചോദ്യം നോക്കാം. വഴിയിലൂടെ നടന്നുപോയ ഒരു സ്ത്രീയുടെ മാല പെട്ടെന്ന് ബലപ്രയോഗത്തിലൂടെ പിടിച്ച് എടുത്ത് ഓടുന്ന ഒരു കുറ്റവാളിക്കെതിരെ BNSലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക? ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 304 പ്രകാരമാണ് അല്ലെ. സെക്ഷൻ 304 പ്രകാരമാണ്. സെക്ഷൻ 304 എന്താണ് പറയുന്നത്? 304 പറയുന്നത് തട്ടിയെടുക്കലിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്നാച്ചിങ്, തട്ടിയെടുക്കൽ അല്ലെ, തട്ടിയെടുക്കലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 303 എന്തായിരുന്നു? മോഷണമായിരുന്നു. 303 മോഷണമാണ്. 304 തട്ടിയെടുക്കലാണ്. അവിടെ എന്താ ചെയ്യുന്നത്? ഒരു തരം മോഷണം തന്നെയാണ് തട്ടിയെടുക്കൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? പെട്ടെന്നുള്ള ഒരു ബലപ്രയോഗം അല്ലെങ്കിൽ വേഗത്തിലുള്ള ഒരു ബലപ്രയോഗം വഴി വസ്തുക്കളെ പിടിച്ചെടുക്കുമ്പോഴാണ് അത് തട്ടിയെടുക്കലായിട്ട് മാറുക. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവും പിഴയുമാണ് കേട്ടോ. 3 വർഷം വരെ തടവും പ്ലസ് പിഴയുമാണ് ശിക്ഷ. തട്ടിയെടുക്കല് സെക്ഷൻ ഓർത്ത് വയ്ക്കുക, 304 ആണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 304 പ്രകാരം തട്ടിയെടുക്കൽ എന്ന കുറ്റകൃത്യം അടിസ്ഥാനപരമായി താഴെ പറയുന്ന ഏത് കുറ്റകൃത്യത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ്? നമ്മൾ പറഞ്ഞു. എന്താണ് ശരിക്കും തട്ടിയെടുക്കൽ എന്ന് പറഞ്ഞാൽ? ഒരു മോഷണം തന്നെയാണ് അല്ലേ. ഓപ്ഷൻ ബി മോഷണം. ഈ മോഷണം എങ്ങനെയാണ് തട്ടിയെടുക്കലാവുക? ഒരു പെട്ടെന്നുള്ള ബലപ്രയോഗം അല്ലെങ്കിൽ വേഗത്തിലുള്ള ഒരു ബലപ്രയോഗത്തിലൂടെയൊക്കെ ആണെങ്കിൽ അത് തട്ടിയെടുക്കലായിട്ട് മാറും. സെക്ഷൻ 304 ആണ്. തട്ടിയെടുക്കലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 304 ആണ്. ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 304 അനുസരിച്ച് ഒരു മോഷണം തട്ടിയെടുക്കൽ ആയി മാറണമെങ്കിൽ കുറ്റവാളി ആ കൃത്യം എങ്ങനെ ചെയ്തിരിക്കണം? നമ്മൾ പറഞ്ഞു അല്ലെ. ഓപ്ഷൻ ബി ആണ്. പെട്ടെന്നോ അല്ലെങ്കിൽ വേഗത്തിലോ ബലപ്രയോഗത്തിലോ പിടിച്ചെടുക്കണം, എന്നാലാണ് മോഷണം തട്ടിയെടുക്കലാവുക. പത്താമത്തെ ചോദ്യം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 304 പ്രകാരം, അതായത് BNSലെ 304 പ്രകാരം തട്ടിയെടുക്കൽ എന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സി 3 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന തടവ് ശിക്ഷ കൂടാതെ പിഴയും. നമ്മളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം വായിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് ചോദ്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ. 11ാമത്തെ ചോദ്യം. BNSലെ ഏത് വകുപ്പിലാണ് ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്? BNSലെ ഏത് വകുപ്പിലാണ് ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 308 308 അതിനെക്കുറിച്ച് പറയുന്നത്. 12ാമത്തെ ചോദ്യം നോക്കല്ലേ. എ എന്ന വ്യക്തി ഇസഡിനോട് പറയുന്നു, എനിക്ക് 1 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള അപകീർത്തികരമായ വാർത്തകൾ ഞാൻ പത്രത്തിൽ പ്രസിദ്ധീകരിക്കും. ഭയം മൂലം ഇസഡ് ആ പണം എക്ക് നൽകുന്നു. BNS അനുസരിച്ച് എ ഇവിടെ ചെയ്ത കുറ്റകൃത്യം എന്താണ്? എന്താണ് ഇവിടെ എ ചെയ്ത കുറ്റകൃത്യം? അയാളെ അവിടെ ഭയപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അല്ലേ. എനിക്ക് 1 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിന്റെ മോശപ്പെട്ട വാർത്തകളൊക്കെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കും. അവിടെ ഭയപ്പെടുത്തി. അപ്പൊ എന്തായിരിക്കും ശരിയായ ആൻസർ? ഓപ്ഷൻ ബി ഭയപ്പെടുത്തിയുള്ള അപഹരണം. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ ചോദ്യങ്ങൾ. സെക്ഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 308 മോഷണം 303 കവർച്ച നമ്മൾ പറഞ്ഞിട്ടില്ല, വരും. ചീറ്റിംഗ് നമുക്ക് വരാനുണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് 304 തട്ടിയെടുക്കലിനെ കുറിച്ച് പറഞ്ഞത് 304 പെട്ടെന്നുള്ള ബലപ്രയോഗത്തിലൂടെ മോഷണം നടത്തുന്നതിനാണ് തട്ടിയെടുക്കൽ എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം. ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും BNS സെക്ഷൻ 308(2) പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഏത് ശിക്ഷയാണ് ലഭിക്കുക? 308(2) പ്രകാരം ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിനുള്ള ശിക്ഷ എന്താണ്?
ഓപ്ഷൻ സി 7 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. ഓക്കെ അല്ലേ? 14ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് മരണമോ കഠിനമായ ദേഹോപദ്രവമോ ഉണ്ടാക്കണമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപഹരണം നടത്തുന്ന കുറ്റവാളിക്ക് BNS സെക്ഷൻ 308 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 14ാമത്തെ ചോദ്യം? ഓപ്ഷൻ സി 10 വർഷം വരെ അല്ലെങ്കിൽ 10 വർഷം തടവും കൂടാതെ പിഴയുമായിരിക്കും. 15ാമത്തെ ചോദ്യം, BNSലെ 309 പ്രകാരം എല്ലാ കവർച്ചകളിലും അടിസ്ഥാനപരമായി താഴെ പറയുന്ന ഏത് കുറ്റകൃത്യമാണ് അടങ്ങിയിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. കവർച്ച എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു മോഷണമായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, ഭയപ്പെടുത്തിയുള്ള അപഹരണമായിരിക്കും. കവർച്ചയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? കവർച്ചയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 309 കവർച്ചയെക്കുറിച്ച് പറയുന്നത്. കവർച്ചയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 309 ഓക്കെ. എല്ലാ കവർച്ചയിലും ഒന്നെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു മോഷണം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഭയപ്പെടുത്തിയുള്ള അപഹരണം ഉണ്ടായിരിക്കും. 16ാമത്തെ ചോദ്യം നോക്കാം. എ എന്ന വ്യക്തി വഴിയിൽ വെച്ച് ഇസഡിനെ തടഞ്ഞു നിർത്തുന്നു. ഇസഡിന്റെ സമ്മതം കൂടാതെ പെട്ടെന്ന് അയാളുടെ വസ്ത്രത്തിൽ നിന്ന് പണവും ആഭരണങ്ങളും വഞ്ചനപൂർവ്വം എടുക്കുന്നു. മോഷണം നടത്തുന്നതിനായിട്ട് ഇസഡിനെ അന്യായമായ തടസ്സം ഉണ്ടാക്കിയതിനാൽ എ ചെയ്ത കുറ്റം ഏത് പരിധിയിൽ വരും? ഏതാണ്? സാധാരണ ഒരു മോഷണം മാത്രമാണോ, തട്ടിയെടുക്കലാണോ, കവർച്ചയാണോ, കൂട്ടായ്മ കവർച്ചയാണോ? നമുക്കത് ക്യാൻസൽ ആക്കാൻ പറ്റിയത് 2 ഉണ്ട് അല്ലേ. സാധാരണ മോഷണം അല്ല നമുക്കറിയാം, കാരണം അന്യായമായ തടസ്സം അവിടെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടുതൽ വ്യക്തികൾ ഇല്ലാത്തതുകൊണ്ട് അതൊരു കൂട്ടായ്മ കവർച്ചയുമല്ല. പിന്നെ തട്ടിയെടുക്കലാണോ കവർച്ചയാണോ നമുക്ക് ഡൗട്ട് വരും. തട്ടിയെടുക്കലല്ല. കാരണം എന്താ? തട്ടിയെടുക്കൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബലപ്രയോഗത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് തട്ടിയെടുക്കൽ. ഇവിടെ എന്താണ്, അയാൾക്ക് അന്യായമായ തടസ്സം ഉണ്ടാക്കി. നമ്മുടെ സെക്ഷനിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അന്യായമായ തടസ്സം ഉണ്ടാക്കുന്ന മോഷണം എന്താണ്, കവർച്ചയാണ്. സെക്ഷൻ 309 പ്രകാരം അത് കവർച്ചയാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. 17ാമത്തെ ചോദ്യം, കവർച്ച നടത്തുന്ന ഏതൊരു വ്യക്തിക്കും BNS സെക്ഷൻ 309(4) പ്രകാരം ലഭിക്കാവുന്ന സാധാരണ ശിക്ഷ എത്രയാണ്? കവർച്ച നടത്തുന്ന ഏതൊരു വ്യക്തിക്കും BNS സെക്ഷൻ 309(4) പ്രകാരം ലഭിക്കാവുന്ന സാധാരണ ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. 10 വർഷം വരെയാകാവുന്ന കഠിന തടവിനും പിഴയ്ക്കും അർഹനാണ്. 18ാമത്തെ ചോദ്യം, സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിൽ അതായത് രാത്രികാലങ്ങളിൽ ഒരു ഹൈവേയിൽ വെച്ചാണ് കവർച്ച നടത്തുന്നതെങ്കിൽ BNS സെക്ഷൻ 309(4) പ്രകാരം, അല്ലെങ്കിൽ 309 പറഞ്ഞാൽ മതി, സബ്സെക്ഷൻ ചുമ്മാ പറയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും 309 പഠിക്കണം കേട്ടോ. 309 കവർച്ചയെ കുറിച്ച് പറയുന്നത്. 309 പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്ര വർഷം വരെ നീളാം? എത്ര വർഷം വരെ നീളാം എന്നാണ് പറയുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. 14 വർഷം വരെ ആകാവുന്ന തടവാണ് ലഭിക്കുക. 19ാമത്തെ ചോദ്യം, കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണെന്ന് ചോദ്യം. കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ വകുപ്പ് 310 അല്ലേ. 310 കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പറയുന്നത്. എന്താണ് കൂട്ടായ്മ കവർച്ച? 5ഓ അതിലധികമോ ആളുകൾ കൂട്ടമായിട്ടൊരു കവർച്ച നടത്തുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ എന്താണ്, കൂട്ടായ്മ കവർച്ച എന്ന് പറയും. 5ഓ അതിലധികമോ വ്യക്തികൾ അല്ലെങ്കിൽ ആളുകൾ കൂട്ടായിട്ട് ഒരു കവർച്ച നടത്തിയാൽ അത് കൂട്ടായ്മ കവർച്ചയായി മാറി. കവർച്ചയെ കുറിച്ച് പറയുന്നത് ഏതാണ് വകുപ്പ്? 309. എന്നാൽ കൂട്ടായ്മ കവർച്ചയെ കുറിച്ച് പറയുന്നത് 310. ഓർക്കണം. ഇതിലുള്ള സെക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാ. ഓപ്ഷനിലുള്ളത് എന്താണ്? 303 മോഷണമാണ്, 303 മോഷണം, 304 തട്ടിയെടുക്കൽ, 309 കവർച്ച, 309 കവർച്ച, 310 പിന്നെ കൂട്ടായ്മ കവർച്ച, നമ്മളിപ്പോ പറഞ്ഞ സംഭവം അല്ലെ. 20ാമത്തെ ചോദ്യം നോക്കാം. എ എന്ന വ്യക്തി ഇസഡിന്റെ പറമ്പിൽ നിന്ന് ഒരു വസ്തു സ്വന്തം വസ്തുവാണെന്ന് തെറ്റായ ധാരണയിൽ എടുക്കുന്നു. എന്നാൽ പിന്നീട് അത് ഇസഡിൻ്റെതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും വിട്ടു നൽകാതെ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. BNS സെക്ഷൻ 314 പ്രകാരം എ ചെയ്ത കുറ്റകൃത്യം ഏതാണ്? അതായത് ഒരു വസ്തു മറ്റൊരു വ്യക്തിൻ്റെ ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അത് ഉപയോഗിച്ചാൽ BNS സെക്ഷൻ 314 പ്രകാരം കുറ്റകരമാണ്. ഏതായിരിക്കും അവിടെ പറയുന്ന 314 പറയുന്ന വകുപ്പ് ഏതാണ്?
വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗം. സെക്ഷൻ 314 പറയുന്നത് വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 21ാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 314 നമ്മൾ പറഞ്ഞു എന്താണ്, വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ചാണ് സെക്ഷൻ 314 പറയുന്നത്. ആ സെക്ഷൻ പ്രകാരം ഒരു വസ്തു സ്ഥിരമായിട്ടല്ലാതെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായി സത്യസന്ധമല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്ത് അത് കുറ്റകരമാണോ എന്നാണ് പറയുന്നത്. ആണോ അല്ലയോ? അതെ, അത് കുറ്റകരമാണ്. ഓപ്ഷൻ ബി ആണ് അല്ലേ. അതെ, ഒരു നിശ്ചിത സമയത്തേക്കുള്ള ദുർവിനിയോഗവും ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. 22ാമത്തേത് സെയിം വകുപ്പ് തന്നെ കേട്ടോ. അതായത് വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ച് സെക്ഷൻ 314 പ്രകാരം വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? 22ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്. 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ് ലഭിക്കുക. 23ാമത്തെ ചോദ്യം, BNSലെ ഏത് വകുപ്പിലാണ് കുറ്റകരമായ വിശ്വാസ ലംഘനം നിർവചിച്ചിരിക്കുന്നത്? കുറ്റകരമായ വിശ്വാസ ലംഘനത്തെ കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 316 സെക്ഷൻ 316 വകുപ്പ് 316ലാണ് കുറ്റകരമായ വിശ്വാസ ലംഘനത്തെ കുറിച്ച് പറയുന്നത്. 24ാമത്തെ ചോദ്യം നോക്കാം. പഴയ IPC നിയമവുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ BNS സെക്ഷൻ 316 പ്രകാരം കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് നൽകുന്ന സാധാരണ ശിക്ഷാ കാലാവധിയിൽ വന്ന മാറ്റം എന്താണ്? എന്ത് മാറ്റമാണ് 316 സെക്ഷൻ? കുറ്റകരമായ വിശ്വാസ ലംഘനമാണെന്ന് നമുക്കറിയാം അല്ലേ. അതിൽ വന്ന മാറ്റം എന്താണ് പഴയ IPCയും ഇപ്പോഴത്തെ BNSുമായിട്ട്? ഓപ്ഷൻ സി ആണല്ലേ. IPCയിൽ 3 വർഷം എന്നത് BNSൽ 5 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയായി വർദ്ധിപ്പിച്ചു. ഓക്കെ അല്ലേ. 25ാമത്തെ ചോദ്യം, ഇസഡ് എന്ന വ്യക്തി ദൂരയാത്ര പോകുന്നതിനായിട്ട് തൻ്റെ വില കൂടിയ ഫർണിച്ചറുകൾ A എന്ന വെയർഹൗസ് സൂക്ഷിപ്പുകാരനെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. പണം നൽകി തിരികെ വാങ്ങാമെന്ന കരാർ ലംഘിച്ചുകൊണ്ട് A ഇസഡിൻ്റെ സമ്മതമില്ലാതെ ആ ഫർണിച്ചറുകൾ വിൽക്കുന്നു. A ചെയ്ത കുറ്റകൃത്യം ഏതാണ്? ഏത് കുറ്റകൃത്യമാണ് അവിടെ അയാൾ ചെയ്തത്? ഓപ്ഷൻ ബി ആണല്ലേ. കുറ്റകരമായ വിശ്വാസ ലംഘനമാണ് ആ വ്യക്തി അവിടെ ചെയ്തത്. കാരണം എന്താണ്? ഒരു വസ്തു വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ശേഷം ആ വിശ്വാസവും കരാറും ലംഘിച്ച് അയാൾ അത് ദുരുപയോഗം ചെയ്തു അല്ലേ. സെക്ഷൻ 316 പ്രകാരം എന്താണ്? കുറ്റകരമായ വിശ്വാസ ലംഘനമാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ചോദ്യം, 26ാമത്തെ ചോദ്യം, BNS സെക്ഷൻ 317 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം കുറ്റകൃത്യങ്ങളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വത്ത് ആണ് കളവ് മുതൽ എന്ന നിർവചനത്തിൽ വരുന്നത്? കളവ് മുതലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. കളവ് മുതലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? കളവ് മുതലിനെ കുറിച്ച് പറയുന്നത് 317 സെക്ഷൻ 300 വകുപ്പ് 317ലാണ് കളവ് മുതലിനെ കുറിച്ച് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കളവ് മുതൽ എന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മോഷണം, പിടിച്ചുപറി, കൊള്ള, ഇതിൽ നിന്ന് ലഭിക്കുന്ന വസ്തു കളവ് മുതലാണോ എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ വഞ്ചനയിൽ നിന്ന് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ക്രിമിനൽ ദുരുപയോഗം, ക്രിമിനൽ വിശ്വാസ ലംഘനം നടത്തിയ വസ്തുക്കൾ. ഇതിലേതൊക്കെയാണ്, ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് കളവ് മുതലായിട്ട് ഉള്ളത്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. മുകളിൽ പറഞ്ഞവയെല്ലാം കളവ് മുതലാണ്. സെക്ഷൻ 317 പ്രകാരം ഇവയെല്ലാം കളവ് മുതലാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ അടിച്ചാലോ. സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, 303 പഠിച്ചു. എന്താണ്? മോഷണമാണ് അല്ലേ. പിന്നെ 304 പഠിച്ചു. എന്താണ്? തട്ടിയെടുക്കലിനെയാണ് 304 പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? 308 പഠിച്ചു, ഭയപ്പെടുത്തിയുള്ള അപഹരണമാണ്. 309 എന്താണ്? കവർച്ചയെക്കുറിച്ചാണ് 309 പറയുന്നത്. 310 ആണെങ്കിൽ ഇത് കൂട്ടായ്മ കവർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. 310 കൂട്ടായ്മ കവർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്താണ്? 314 പഠിച്ചു. 314 എന്താണ്? ഒരു വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ചാണ് 314 പറയുന്നത്. 316 പഠിച്ചു. കുറ്റകരമായ വിശ്വാസ ലംഘനത്തെക്കുറിച്ചാണ് 316 പറയുന്നത്. പിന്നെ 317 പഠിച്ചു, കളവ് മുതൽ. ഓക്കെ അല്ലേ. 317 കളവ് മുതൽ. 27ാമത്തെ ചോദ്യം, ഒരു സ്വത്ത് മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ വ്യക്തമായ കാരണമുണ്ടായിട്ടോ അത് വഞ്ചനപരമായിട്ട്
സ്വീകരിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് BNS സെക്ഷൻ 317 എന്തായിരുന്നു? കളവ് മുതൽ പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? അതായത് ഒരു കളവ് മുതൽ കയ്യിൽ വെച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. കളവ് മുതലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഏതാണ്? 317 ആണ്. 28ാമത്തെ ചോദ്യം നോക്കാം. കളവ് മുതലാണെന്ന് അറിയാവുന്ന വസ്തുക്കൾ പതിവായി സ്വീകരിക്കുകയോ അതിൻ്റെ ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് BNS സെക്ഷൻ 317(4) പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? കളവ് മുതലാണെന്ന് അറിയാവുന്ന വസ്തുക്കൾ പതിവായിട്ട് സ്വീകരിക്കുകയോ അതിൽ ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് BNS സെക്ഷൻ 317(4) പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക് ജീവപര്യന്തം വരെ തടവോ അല്ലെങ്കിൽ 10 വർഷം വരെയാകാവുന്ന തടവോ കൂടാതെ പിഴയും ലഭിക്കും. ഓർത്തു വെക്കണം. 29ാമത്തെ ചോദ്യം. താൻ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് വ്യാജമായിട്ട് ധരിപ്പിച്ച് A എന്ന വ്യക്തി Zനെ കബളിപ്പിക്കുന്നു. പണം പിന്നീട് തരാമെന്ന് വിശ്വസിപ്പിച്ച് Zൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങി മുങ്ങുന്നു. BNS സെക്ഷൻ 318(1) പ്രകാരം A ചെയ്ത കുറ്റകൃത്യം ഏതാണ്? ആദ്യം BNS സെക്ഷൻ 318 എന്താണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? അതായിരിക്കും അയാൾ ചെയ്ത കുറ്റകൃത്യം. സെക്ഷൻ 318(1) എന്താണ്? ചതിക്കൽ, ചീറ്റിംഗ് ആണ് അല്ലേ? ഓപ്ഷൻ സി ചതി ഓർ വഞ്ചന എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 30ാമത്തെ ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം. A എന്ന വ്യക്തി ഒരു സാധനം വാങ്ങുമ്പോൾ പണം നൽകാമെന്ന് തതുല്യമായ ഉറപ്പ് നൽകി Zൽ നിന്ന് കടം വാങ്ങുന്നു. പണം വാങ്ങുന്ന സമയത്ത് അത് തിരിച്ചു നൽകണമെന്ന് A ആത്മാർത്ഥമായി ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മോശമായതിനാൽ അയാൾക്ക് കരാർ ലംഘിക്കേണ്ടി വരികയും പണം കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇവിടെ A ചെയ്ത പ്രവൃത്തി എന്താണ്? ഏത് പ്രവൃത്തിയാണ് ഇവിടെ അയാൾ ചെയ്തത്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. BNS സെക്ഷൻ 318 പ്രകാരം ചതിയാണ്. ഇത് ചതിയല്ല, മറിച്ച് സിവിൽ നടപടികൾക്ക് മാത്രം വിധേയമാകുന്ന കരാർ ലംഘനമാണ്. സി ക്രിമിനൽ ദുരുപയോഗമാണ്. ഓപ്ഷൻ ഡി മോഷണമാണ്. മോഷണമല്ല, ക്രിമിനൽ ദുരുപയോഗവുമല്ല. ഓപ്ഷൻ എ ആണോ ബി ആണോ നമുക്ക് സംശയം വരും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 318 ആണ്. അത് ചതിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് ചതിയല്ല, മറിച്ച് സിവിൽ നടപടികൾക്ക് മാത്രം വിധേയമാകുന്ന കരാർ ലംഘനമാണ്. കാരണം ചതിയല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ? പണം നൽകാമെന്ന് തതുല്യമായ ഉറപ്പ് അയാൾ നൽകുന്നുണ്ട്. സെഡിൽ നിന്നും കടം വാങ്ങുന്നു. ഓക്കെ, തിരിച്ചു നൽകാം. ഓക്കെ, അതാണ് പറയുന്നത്. കടം വാങ്ങുന്ന സമയത്ത് തിരിച്ചു നൽകണമെന്ന് A ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ചതി, ചീറ്റിംഗ്. സെക്ഷൻ 318 പ്രകാരം ചീറ്റിംഗ് അല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? പണം വാങ്ങുന്ന സമയത്ത് അത് തിരിച്ചു നൽകണമെന്ന് A ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിച്ചിരുന്നു. പിന്നീട് അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്ക് തിരിച്ചു നൽകാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ചതി അല്ലെങ്കിൽ വഞ്ചന എന്ന 318 കീഴിൽ വരില്ല. പക്ഷെ എന്താണ്? അത് സിവിൽ നടപടികൾക്ക് മാത്രം വിധേയമാകുന്ന കരാർ ലംഘനമാണെന്ന് ഓർത്തു വെക്കണം. 31ാമത്തെ ചോദ്യം. വ്യക്തി താൻ യഥാർത്ഥത്തിൽ അല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് മറ്റൊരു വ്യക്തിയാണെന്ന് നടിക്കുകയോ ഉദാഹരണത്തിന് ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചവരോ ആയ ഒരാളായി അഭിനയിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ മറ്റൊരാളായി കാണിച്ച് കബളിപ്പിക്കുകയോ ചെയ്താൽ അത് BNSലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത്? ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? 319(1) എന്താണ് പറയുന്നത്? 319(1) പറയുന്നത് ആൾമാറാട്ടം വഴിയുള്ള ചതിക്കലിനെ കുറിച്ചാണ്. ആൾമാറാട്ടം വഴിയുള്ള ചതിക്കലിനെ കുറിച്ചാണ് 319(1) പറയുന്നത്. 318(1) എന്തായിരുന്നു? ചതി അല്ലെങ്കിൽ എന്തായിരുന്നു? വഞ്ചനയാണ് അല്ലേ? 318(1). എന്നാൽ 319(1) എന്ന് പറയുന്നത് ആൾമാറാട്ടം വഴിയുള്ള ചതിക്കലാണ്. 32ാമത്തെ ചോദ്യം. പൊതുജനങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തിക്കോ അന്യായമായി നഷ്ടം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ഒരു വസ്തു നശിപ്പിക്കുകയോ അതിൻ്റെ മൂല്യം കുറയ്ക്കുകയോ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് BNSൽ പറയുന്ന പേരെന്താണ്? ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ, ദ്രോഹം അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തൽ. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 324 ഒന്നാണ്. 324 ഒന്നാണ് ദ്രോഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് ദ്രോഹം? പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അന്യായമായ നഷ്ടമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വസ്തു നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കുറയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആ വ്യക്തിക്കെതിരെ ദ്രോഹം ചെയ്തു എന്ന് പറയുന്നത്. BNS സെക്ഷൻ 324 1 പ്രകാരം അത് കുറ്റകരമാണ്. 324 1 എന്താണ്? ദ്രോഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച കുറച്ച് ലാസ്റ്റ് 1 വരുന്ന ഉപവകുപ്പ് 1 വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്? 318 1 അല്ലേ, 318 1 വഞ്ചന, ചതിക്കൽ. 319 1 എന്താണ്? ആൾമാറാട്ടം വഴിയുള്ള ചതിക്കൽ. പിന്നെ 324 1 എന്താണ്? ദ്രോഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 33ാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 319 2 പ്രകാരം ആൾമാറാട്ടം വഴിയുള്ള ചതി നടത്തുന്ന ഒരു കുറ്റവാളിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ സി 5 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. അപ്പോൾ 319 1 എന്താണ് പറയുന്നത്? ആൾമാറാട്ടം വഴിയുള്ള ചതി. 319 2 അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഓക്കെ അല്ലേ? 34ാമത്തെ ചോദ്യം നോക്കാം. എ എന്ന വ്യക്തി തൻ്റെ സുഹൃത്തായ ഇസഡിനെ അന്യായമായ നഷ്ടമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇസഡിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഐസ് ഹൗസിലേക്ക് വെള്ളം കടത്തിവിടുകയും അവിടുത്തെ ഐസ് മുഴുവൻ ഉരുകിപ്പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. BNS സെക്ഷൻ 324 1 പ്രകാരം എ ചെയ്ത കുറ്റകൃത്യം ഏതാണ്? 324 1 അവിടെ തന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. എന്തായിരിക്കും? അത് ദ്രോഹമായിരിക്കും അല്ലേ? ഓപ്ഷൻ ബി ദ്രോഹമാണ്. പക്ഷേ അവിടെ 324 1 തന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ അതെന്താണ് ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഒരു വ്യക്തിക്ക് അന്യായമായിട്ട് നാശനഷ്ടം വരുത്തുക കേട്ടോ, അതാണ് ദ്രോഹത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. 324 1. 35ാമത്തെ ചോദ്യം നോക്കാം. ഏതെങ്കിലും മൃഗത്തെ അല്ലെങ്കിൽ ജന്തുവിനെ കൊല്ലുകയോ വിഷം നൽകി നശിപ്പിക്കുകയോ അവയെ അംഗഭംഗപ്പെടുത്തുകയോ ചെയ്യുന്നത് വഴി ദ്രോഹം ചെയ്യുന്ന ഏതൊരാൾക്കും BNS സെക്ഷൻ 325 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ഏത് ശിക്ഷയാണ് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി 5 വർഷം വരെയാകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഓക്കെ അല്ലേ? ഏതെങ്കിലും കപ്പലിലെ വസ്തുക്കൾ മോഷ്ടിക്കുന്നതിനോ ദുരുപയോഗം ചെയ്യുന്നതിനോ ഉള്ള ഉദ്ദേശത്തോടെ ആ കപ്പലിലെ ബോധപൂർവം മണ്ണിലേക്കോ അല്ലെങ്കിൽ കരയിലോ കയറ്റി ഉറപ്പിക്കുന്ന കുറ്റവാളിക്ക് BNS സെക്ഷൻ 328 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ഏതാണ്? ഏത് ശിക്ഷയാണ് അങ്ങനെ ചെയ്താൽ ലഭിക്കുക? ഓപ്ഷൻ ഡി ആണ്. 10 വർഷം വരെയാകാവുന്ന തടവും പിഴയുമായിരിക്കും. 37ാമത്തെ ചോദ്യം. എ എന്ന വ്യക്തി ഇസഡിൻ്റെ ഭവനത്തിൻ്റെ ചുവരിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കി ആ പഴുത്തിൽ കൂടി കൈ അകത്തേക്കിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തു മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. BNS സെക്ഷൻ 330 1 പ്രകാരം അനുസരിച്ച് അല്ലെങ്കിൽ എ ചെയ്ത കുറ്റകൃത്യം താഴെ പറയുന്നവയിൽ ഏതാണ് സെക്ഷൻ എന്ന് നോക്കണം ആദ്യം. ഏതാണ് സെക്ഷൻ? 330 1. നമുക്ക് സെക്ഷൻസ് തന്നതുകൊണ്ട് സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കും. 330 1 തന്നിരിക്കുന്നത്. ഏതായിരിക്കും അപ്പോൾ ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ? ഭവനഭേദനം അതുപോലെ തന്നെ ഭവന അതിക്രമത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 330 1. 38ാമത്തെ ചോദ്യം. ഇസഡിൻ്റെ ഭവനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥ താക്കോൽ വഴിയിൽ നിന്ന് കിട്ടിയ എ എന്ന വ്യക്തി ആ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറന്ന് ഇസഡിൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നു. BNS സെക്ഷൻ 330 1 പ്രകാരം എ ചെയ്ത കുറ്റം ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ വേറൊരു എക്സാമ്പിൾ ആണെന്നുള്ളൂ അല്ലേ? ഓപ്ഷൻ സി ആണ്, ഭവനഭേദനം അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച സെക്ഷൻസൊക്കെ ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ സെക്ഷൻ എന്തായിരുന്നു? ഇന്ന് പഠിച്ച ഒന്നാമത്തെ സെക്ഷൻ ഏതാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസാണ് ഇന്ന് നമ്മൾ പഠിച്ചത് അല്ലേ? 303 നമ്മൾ പഠിച്ചു. 303 എന്തായിരുന്നു? മോഷണത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? മോഷണത്തെക്കുറിച്ചാണ് 303 പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? 304 PYക്ക് ചോദ്യമായിട്ടോ. 304 തട്ടിയെടുക്കലിനെ കുറിച്ചിട്ടാണ് 304 പറഞ്ഞത്. പിന്നെ നമ്മളിന്ന് പഠിച്ചത് ഏതായിരുന്നു? 304 കഴിഞ്ഞാൽ 308 പഠിച്ചു. 308 എന്തായിരുന്നു? ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? 309 പറഞ്ഞു. എന്താണ്? കവർച്ചയെക്കുറിച്ചാണ് 309 പറയുന്നത്. കവർച്ച. 310 എന്തായിരുന്നു? കൂട്ടായ്മ കവർച്ച. 5ലധികം ആളുകൾ നടത്തുന്ന കവർച്ചയാണ് കൂട്ടായ്മ കവർച്ച എന്ന് പറഞ്ഞു.
പിന്നെ നമ്മളിന്ന് പഠിച്ചത് എന്തായിരുന്നു? 310 കഴിഞ്ഞ് നമ്മളിന്ന് പഠിച്ചത് 314 പഠിച്ചു അല്ലേ? 314 എന്തായിരുന്നു? വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പഠിച്ചത് 316 കുറ്റകരമായ വിശ്വാസ ലംഘനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ 317 പഠിച്ചു, കളവ് മുതലാണ്. 317 കളവ് മുതലിനാണ് പഠിച്ചത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചത് 319 1 പഠിച്ചു. എന്താണ്? ആൾമാറാട്ടം വഴിയുള്ള ചതിക്കലിനെ കുറിച്ചാണ് പഠിച്ചത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 318 1 പഠിച്ചില്ലേ? 318 1 വഞ്ചന, ചതി അല്ലേ? 318 1. 319 1 ആൾമാറാട്ടം വഴിയുള്ള ചതിക്കൽ. പിന്നെ 324 1 പഠിച്ചു, ദ്രോഹത്തെക്കുറിച്ചാണ് പഠിച്ചു. പിന്നെന്താണ്? 325 പഠിച്ചു, അതെന്തായിരുന്നു? ഒരു ജന്തുവിനെ കൊല്ലുകയോ അംഗഭംഗപ്പെടുത്തുകയോ ചെയ്യുന്ന വഴിയുള്ള ദ്രോഹത്തെക്കുറിച്ചാണ് 325 പറയുന്നത്. പിന്നെ നമ്മളിന്ന് പഠിച്ചത് ഏതായിരുന്നു? 328 പഠിച്ചു, എന്തായിരുന്നു? മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു കപ്പൽ കരയിലേക്ക് കടലിലേക്ക് കയറ്റുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പഠിച്ചത്. പിന്നെന്ന് പഠിച്ചത് 330 1 പഠിച്ചു. 330 1 എന്തായിരുന്നു? ഭവന അതിക്രമവും ഭവന ഭേദനവും. ഓക്കെ അല്ലേ? ഇത്ര സെക്ഷൻസാണ് ഈ ലാസ്റ്റ് പാർട്ടിലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. അപ്പോൾ എല്ലാവരും പഠിക്കുക, ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ BNS 2023 എല്ലാ ടോപ്പിക്കിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സെക്ഷൻസിൻ്റെയും നമ്മൾ എന്ത് ചെയ്തു? മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് BNSSൻ്റെയും BSAൻ്റെയും പോക്സോ ആക്ട്, കേരള പോലീസ് ആക്ട് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ മോർണിംഗ് ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ BNS ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക.